ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പിന്നെ വന്നിരിക്കുന്ന നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ് ഗൈസ്. അതിന് മുമ്പ് എല്ലാവർക്കും നാനോ എസ്റ്റേഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ ഗൈസ് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ നമ്മൾ വേൾഡിൽ കളിക്കുകയല്ലേ, ഇന്ന് ചെറിയ വ്യത്യാസമുണ്ട്. തമ്പനിയൊക്കെ കണ്ട് മനസ്സിലാക്കണം. അത് ഗൈസ് നമ്മൾ രണ്ട് തരത്തിൽ രണ്ട് സീഡ്സ്, അതും വില്ലേജ് സീഡ്സ് നമ്മൾ എന്താ പറയുക നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ യൂട്യൂബിൽ ജസ്റ്റ് കണ്ടപ്പം ആ സീഡ് നോക്കും. അപ്പം ആ ഒരു വില്ലേജ് സീഡ് ഇങ്ങനെ കാണിക്കുക, ആ വില്ലേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ വില്ലേജും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഞാൻ ആദ്യമേ എന്താ പറയുക നമ്മുടെ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡെസേർട്ട് വില്ലേജാണ്, വില്ലേജ് 2 ആദ്യം എടുക്കാം ഗൈസ്. ഇതിൽ വില്ലേജ് 2 നിങ്ങൾക്ക് സീഡ് ഞാൻ കാണിച്ചു തരാം. സീഡ് മീൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സീഡ് നിങ്ങൾക്ക് എടുക്കാം. കാരണം അപ്പോൾ ഇവിടെ വേൾഡ് സീഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ സീഡും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇത് നോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു വേൾഡിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, അപ്പം ഇങ്ങനെ സീഡിൻ്റെ ഇനിയും കുറച്ച് സീഡിൻ്റെ ഒക്കെ വേണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇടാം ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഈ നിമിഷം കൊണ്ട്, ഈ ലോഡായി വരുന്ന നിമിഷം കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ റോഡ് ടു 1K കാണിക്കണം ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടില്ല പറ്റത്തില്ല ഗൈസ്, ഉറപ്പായും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം അറിഞ്ഞും പറഞ്ഞ ലൈക്ക് അടി, സബ് ചെയ്യുക ഗൈസ്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വേൾഡിലൊക്കെ കയറിയായിരുന്നു. കാരണം വില്ലേജ് ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ വെറുതെ കയറിയിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. ഇപ്പം വില്ലേജും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നേരെ അങ്ങ് പോവാം. ഇതൊരു ഡെസേർട്ട് വില്ലേജാണ്. ഈ വില്ലേജിൽ ലൂട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ ടെമ്പിളായിരുന്നു കണ്ടോ. പക്ഷേ ടെമ്പിളിൽ ചെറിയ പണി ഞാൻ ഒപ്പിച്ച് വെച്ചായിരുന്നു. കാരണം ടെമ്പിളിൽ ഞാൻ കയറിയാൽ, പക്ഷേ അതിൻ്റെ ഒരു കാര്യം മറന്നുപോയി. വേറെ അതിൻ്റെ ഒരു TNT ഉള്ള കാര്യം മറന്നുപോയായിരുന്നു. ചാടി കയറി അങ്ങ് കൊടുത്തു. ആ TNT വീണ് പൊട്ടി തെറിച്ചു, ചത്തു. എവിടെ അത്? ഇത് തന്നെ TNT വീണ് പൊട്ടി തെറിച്ചു. കാണാൻ പറ്റുമായിരിക്കും അങ്ങ് താഴെ എന്താ സോംബിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ മൊത്തമായി. പിന്നെ ഇവിടെ നമ്മുടെ വില്ലേജ് ഉണ്ട്. ഇവിടെ ആയിരുന്നു വില്ലേജ്. ഇവിടെ വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സീഡും കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കളിക്കാം. നിങ്ങൾക്ക് അത്ര ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീഡ് എടുക്കാം. നിങ്ങൾക്ക് സീഡ് സർവൈവൽ കളിക്കുന്നവർക്ക് വില്ലേജ് പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ ഈ സീഡ് എടുക്കാം. വില്ലേജ് ഡെസേർട്ട് വില്ലേജ് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. പിന്നെ ഇതൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. കുറേ എന്തൊക്കെയോ ഞാനിവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ ലാവയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിച്ചോ, ലാവയല്ല ഇവിടെ എന്തൊക്കെയോ തകർത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ ലൂട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ലൂട്ടില്ലേ ഇവിടെ, അങ്ങനെ അത്രയ്ക്ക് ലൂട്ടില്ല. കാര്യം പറഞ്ഞാൽ ലൂട്ട് ഈ ഒരു വില്ലേജിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂട്ട് പ്രതീക്ഷിച്ച് ഈ വില്ലേജിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യമില്ല. കാരണം ഇവിടെ ലൂട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതിൻ്റെ എവിടെയെങ്കിലും പോർട്ടലും കാര്യങ്ങളുണ്ടോ ഞാൻ നോക്കിയില്ല. ഇവിടെ പോർട്ടലും കാര്യങ്ങളൊന്നും കാണാൻ വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങോട്ട് അത് ടെമ്പിളാണ്. ഇവിടെ അങ്ങനെ പോർട്ടലും കാര്യങ്ങളില്ല. ഞാൻ നോക്കിയായിരുന്നു, മറന്നുപോയി. അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പോർട്ടലും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഇതാണ് ഇതുണ്ടോ, ഇത്രയും രീതിയിൽ വില്ലേജ് മാത്രമാണ് ഇവിടെ ഉള്ളത്. വില്ലേജിൽ ലൂട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം പറയാൻ ഒന്നുമില്ല. കുറച്ച് ബ്രെഡും ഇതൊക്കെ കിട്ടിയാലായി, അത്ര തന്നെ. അപ്പോൾ ലൂട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് മൊത്തത്തിലുള്ള വില്ലേജിൻ്റെ ഒരു. നിങ്ങൾക്കാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വീടുണ്ടാക്കി താമസിക്കുന്നതാണ്, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഷുഗർ കെയിനൊന്നും ഒരു ഇതുമില്ല. ഇവിടെയൊക്കെ ഷുഗർ കെയിൻ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്തൂടെ പോയി വേറെ വെള്ളവും ഇതൊക്കെ ഉണ്ട്. മൈൻ ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഒരു വില്ലേജും കാര്യങ്ങളൊക്കെ. അപ്പം ഇതുകൊണ്ട് മൊത്തത്തിൽ അടിപൊളിയാണ്, വലിയ കുഴപ്പമില്ല. വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അയങ്കോളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അയങ്കോളം ഡെസേർട്ട് വില്ലേജ് ഇല്ലാത്തതാണോ, അങ്ങനെ വല്ലതാണോ? എന്തായാലും ഇവിടെ കാണാനില്ലേ. വന്നപ്പോൾ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ വന്നപ്പോൾ കണ്ട പോലെ തോന്നിയായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് തോന്നിയൊന്നും അറിഞ്ഞൂടാ. അയങ്കോളത്തിനെ കണ്ട പോലെ തോന്നിയായിരുന്നു, അറിഞ്ഞൂടെ. എന്തായാലും ഇഷ്ടപ്പെടുന്നവർ അടിപൊളിയാക്കുക. നമുക്ക് അടുത്തൊരു എന്താ പറയുക സീഡും കാര്യങ്ങളൊക്കെ, അതായത് ആ സീഡ് കാണിച്ചു തരാം. വില്ലേജ് 1. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് സീഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ ഇതിനകത്ത് ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു വില്ലേജ് അടിപൊളി വില്ലേജ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. വലിയ കുഴപ്പമില്ലാത്തൊരു വില്ലേജാണ് നമുക്ക് കിട്ടിയത്. സീഡ് നമുക്ക് വേണമെങ്കിൽ നോക്കാം.
ഒരു കോപ്പി ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അത് ഞാനൊന്ന് കോപ്പി ആക്കിയതാണ്, കാരണം ആവശ്യം വന്നാലും. അപ്പം അതാണ് നമുക്ക് ഐസിയുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ആ ഒരു വില്ലേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വില്ലേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അത് ഇവിടെ നിങ്ങൾക്ക് ലൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ്, ലൂട്ട് കിട്ടും ഗൈസ്. എന്താ പറയുക, കുറച്ച് ഷൂക്കേനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടുമോ? ഓക്കെ, ഷൂക്കേനെ കിട്ടിയല്ലോ, അത് കൊള്ളാം, നല്ലൊരിതാണ്. പിന്നെ ഇവിടെ ഏറ്റവും വലിയ കാര്യം ഗൈസ്, തൂക്കണ്ടതുണ്ടോ? ഇവിടെ ആ വില്ലേജിൻ്റെ അടുത്ത് തന്നെ ഒരു പോർട്ടലുണ്ട് ഗൈസ്. പിന്നെ അല്ല ഗൈസ്, പോർട്ടലുണ്ട്. പോർട്ടൽ ലൂട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഗൈസ്, യെസ്. ഇങ്ങനത്തെ കുറേ അധികം സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. ഗോൾഡൻ ക്യാരറ്റ്, പിന്നെ ഗോൾഡൻ ആർമർ. അത് എൻചാൻറ്റഡ് ആണോ ഗൈസ്? അതെ ഗൈസ്, അത് എൻചാൻറ്റഡ്. ഇതിൻ്റെ സാധനം ഓക്കെ, ക്ലോക്കാണ്. പിന്നെ എൻചാൻറ്റഡ് ആയിട്ടുള്ള ഹൊയ് കിട്ടിയിട്ടുണ്ട്, ഗോൾഡൻ ഹൊയ്. പിന്നെ 2 ഫ്ലിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഫ്ലിൻ്റ് അല്ല, ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ, അത് 2 കിട്ടും. അപ്പം കാര്യം പറഞ്ഞാൽ ഗൈസ്, നല്ലൊരു ഇതാണ് ഗൈസ്. നമുക്ക് ഈ സാധനമൊക്കെ ഇട്ടേക്കാം ഗൈസ്. പിന്നല്ല, നമ്മളോടാണ് ഗൈസ്. പിന്നില്ല, ഇത് എൻചാൻറ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. എൻചാൻറ്റഡ് അല്ല, ഇതിങ്ങനെയല്ല എൻചാൻറ്റഡ് ഇരിക്കുന്നത്. ഇതെനിക്കറിയാൻ പാടില്ല, കാര്യം പറഞ്ഞ് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെയാണ് എൻചാൻറ്റഡ് ഇരിക്കുന്നത്. അതെങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. യെസ്, ഇത് എൻചാൻറ്റഡ് തന്നെ. അടിപൊളി. അപ്പം അതാണ് ഒന്നാമത്തെ ലൂട്ടും കാര്യങ്ങളും പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അയങ്കോളത്തിനെ കിട്ടും. അയങ്കോളം അണ്ണാച്ചി ഇവിടെ ഇപ്പോൾ ഉണ്ട്. അയങ്കോളമേ, പുള്ളിനെ നമുക്ക് ഇതുവരെ ഞാൻ കൊന്നു നോക്കിയിട്ടില്ല ഗൈസ്. പുള്ളിനെ ഒന്ന് കൊന്നു നോക്കാം ഗൈസ്. ഇതുവരെ ഞാൻ കൊന്നു നോക്കിയിട്ടില്ല, സത്യം പറയാം ഗൈസ്. ടൂൾസ് എല്ലാം ഉണ്ടാവും അല്ലേ? ക്രിയേറ്റീവ് ആയതുകൊണ്ട് പിന്നെ എന്തും എടുക്കാം. ഇത് തന്നെ എൻ്റെ മണി സാധനമൊക്കെ ഉണ്ടോ? കൊള്ളാലോ ഗൈസ്, വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. ഇതൊക്കെ എന്നാ സാധനം? ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗൈസ്. ഇത് ചിലപ്പോൾ എടുക്കാം. എല്ലാവർക്കും രസമാണ്. അയങ്കോളത്തിന് ഇതുവരെ ഞാൻ കൊന്നിട്ടില്ല ഗൈസ്. അയങ്കോളത്തെ കൊന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? അത് നമുക്ക് കിട്ടിയേ പൂവാ. ഓക്കെ ഗൈസ്, പൂങ്ങ ഇത് വെച്ച് നോക്കാൻ പറ്റുമോ? മോൻ ഇങ്ങനെയാണ് നോക്കുന്നത്. ഇത് തന്നെ ഇവൻ കൊള്ളാലോ. ഇവനേതാ? ഓക്കെ, വേറെ അടുത്ത ലൂട്ട് ഞാൻ കാണിച്ചത്. അതായത് ഇവിടെ നമുക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ ഒരു വീടുണ്ട്. എവിടെയായിരുന്നത്? ബ്ലാക്ക് സ്മിത്തിൻ്റെ ഒരു വീട് ഉണ്ടായിരുന്നല്ലോ. അതെന്ത് ഗൈസ്? ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടുണ്ടായിരുന്നു, പുള്ളിയുടെ വീട്ടിൽ. പിന്നെ ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഞാൻ കയറിയിട്ടില്ലാത്തതാണെന്ന് തോന്നി. ഇവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലേ, വെറുതെ രസത്തിന് ഇരിക്കാത്ത തന്നെ. ഇവിടെ ഒന്നും ഇല്ല. ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ ഒരു വീടുണ്ടായിരുന്നു. അതെന്ത്? ബ്ലാക്ക് സ്മിത്തിൻ്റെ ഒരു ഹൗസ് ഉണ്ടായിരുന്നു. ആ ഹൗസിലെ ലൂട്ട് നിങ്ങൾ കണ്ടോ ഗൈസ്? നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ കിട്ടാം. അതെ, നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ലൂട്ടാണ്. കാര്യം വന്നതാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞൂടാ. ഇവിടെ കണ്ടോ ഗൈസ്? യെസ്, ഡയമണ്ട് 6 ഗൈസ്. മാത്രമല്ല ഡയമണ്ട് ഹോഴ്സ് ആർമറും കിട്ടും നമുക്ക്. പിന്നെ 2 ആപ്പിള് കിട്ടും. പിന്നെ ഒബ്സീഡിയൻ 5. പിന്നെ ബ്രെഡ് കുറേ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു അയൺ ആർമറും കിട്ടും. ഞാൻ എന്തിനാണ് ഇതൊക്കെ എടുക്കുന്നത്? ക്രിയേറ്റീവ് എന്നാലും എടുത്ത് ശീലിച്ച് പോയി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് ശീലിച്ച് പോയി. പിന്നല്ല എന്താ നമുക്ക് കാണില്ലേ? ഓക്കെ, അപ്പം അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ശീലിച്ച് പോയാണ്ടാണ്. ഈ പുള്ളിയാണ് ഈ ഇവിടുത്തെ ബ്ലാക്ക് സ്മിത്ത്. കൊള്ളാലോടാ, റിപ്പയർ ചെയ്യാൻ കൊടുക്കാൻ വരും. എന്തായാലും കൊള്ളാം ഗൈസ്. പിന്നല്ല നമുക്ക് എന്താണേലും നല്ലൊരിതാണ്. ഇതാണ് നമ്മുടെ വില്ലേജും കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങോട്ട് വന്ന് ഇവിടെ വീട് വെക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് വെക്കാം. കാരണം ഇത് മരുഭൂമിയും മറ്റേ ഏരിയകൾ കൂടി ടൈപ്പ് ചെയ്യണം. മൈൻ ചെയ്യാനൊക്കെ പറ്റിയ സ്റ്റോണൊന്നും പിന്നെ വേണ്ട. വരുന്ന കാടാനും കോൾ വേണമെങ്കിൽ കോളുണ്ട്, എന്ത് വേണമെങ്കിൽ ഉണ്ട്. പിന്നെ മൈൻ ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണെന്ന് തോന്നി. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം, വെറുതെ നോക്കാം.
ഇപ്പോൾ വില്ലേജ് ഇവിടെ വേണ്ടവർക്ക് ഇങ്ങോട്ട് സീഡിട്ട് വേണ്ടവർക്കാണെങ്കിൽ സീഡിട്ട് വരാം. നല്ല സ്ഥലമാണ്. ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു ഗൈസ്. പിന്നെ ഞാൻ വേൾഡ് ഉണ്ടാക്കിയിട്ട് വിളിക്കുന്ന പോലെയാണ് ഗൈസ്. ആരോ ഒരാൾ ഉണ്ടാക്കി, പക്ഷേ ആരോ ഉണ്ടാക്കിയ വേൾഡല്ല. എന്തായാലും നല്ല വേൾഡാണ് ഗൈസ്, അടിപൊളി വേൾഡാണ്. ഇനി ഇങ്ങോട്ടാണെങ്കിൽ പോലും നല്ല പിന്നെ അവിടെ കുതിരാനൊന്നും കാണാനില്ല. പക്ഷെ ഇങ്ങോട്ട് നല്ല സ്ഥലമാണ് ഗൈസ്. ഇവിടെ കണ്ടോ, ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് വീടുണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ കേവും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഇങ്ങനെ വെറുതെ ഇതിൻ്റെ അടുത്ത് വേറെ വില്ലേജ് ഉണ്ടെന്ന് നോക്കുക ഗൈസ്. അപ്പോൾ ഞാൻ ഇനി വേറൊരു സീഡായിട്ട് ഞാൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. ഒരു സീഡുണ്ട് എൻ്റെ കയ്യിൽ, വേറെ ഒന്നുമില്ല. എന്താ പറയുക, അതായത് 5 വില്ലേജ് ഒരുമിച്ചുള്ളൊരു വേൾഡ് കിട്ടിയിട്ടുണ്ട്. ആ വേൾഡിൻ്റെ ഒരു സീഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇപ്പം അതിനുവേണ്ടി നിൽക്കുക. അപ്പം എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആക്കുക ഗൈസ്. ഇതിൽ നല്ല സപ്പോർട്ട് തരാണെങ്കിൽ ഉറപ്പായിട്ടും ഗൈസ് ഞാൻ പറഞ്ഞ 5 വില്ലേജ് അതായത് 2, 3, 4, 5 വില്ലേജ് അടുത്തടുത്തുള്ളൊരു വേൾഡിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. യെസ്, അതിൻ്റെ ഒരു സീഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്താ പറയുക, ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് ഗൈസ്. യെസ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഗൈസ്. അപ്പം ഏതായാലും ഇപ്പോൾ കറക്റ്റ് രാത്രി എൻ്റെ മോനെ ആദ്യമായിട്ട് ഗോൾഡൻ ആർമർ ഇട്ടിരിക്കുന്നത് ഞാൻ കാണുന്നത്. ഏതായാലും ഗൈസ്, അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞ ഗൈസ് ലൈക്ക് അടിക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്, സബ് ചെയ്യുക. അപ്പം ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നോണം വരെ ഗൈസ് എല്ലാവർക്കും ബൈ.